ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അധ്യയന വർഷത്തിൽ ഒരു അവധിക്കാലം വന്നു കഴിഞ്ഞു. മദ്രസകളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പൊതുപരീക്ഷകളൊക്കെ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഈ ഒരു സമയത്ത് നമ്മുടെ പുതിയ കാലം, നമ്മുടെ മക്കൾ, രക്ഷിതാക്കളായ നമ്മൾ, നമ്മുടെ വീട്, ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മഹല്ലിലെ ഭൂരിപക്ഷം ആളുകളും ഉള്ള ഒരു സമയം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തയും നമ്മൾ പറയുന്ന സംസാരവും മുമ്പില്ലാത്ത വിധം നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നലെ പോലും മാധ്യമങ്ങളിൽ നമ്മൾ വീഡിയോ സഹിതം കണ്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ പല വാർത്തകളും മുമ്പ് നമ്മൾക്ക് ഖേദമായിരുന്നു അത്തരം കാര്യങ്ങൾ കേൾക്കുമുണ്ടായിരുന്നത്. അതിന് കാരണം നമ്മളുമായി അധികമൊന്നും ബന്ധമില്ലാത്ത വാർത്തകളായിരുന്നു. ഇന്ത്യയുടെ എവിടെയെങ്കിലും നടന്നൊരു കൊലപാതകം, കൂട്ടമായ ആക്രമണം, അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്ക് പുറത്തുള്ള ഏതെങ്കിലും മാതാപിതാക്കളെ കൊല്ലുക, ലഹരിക്ക് ബാധിച്ച് അതിന്റെ പേരിൽ മകനെ ഉപദ്രവിക്കുക, മകളെയും കുടുംബത്തെയും നശിപ്പിക്കുക, അതൊക്കെ നമ്മൾ മുമ്പ് കേട്ടിരുന്നു. പക്ഷെ പണ്ട് ഇല്ലാത്ത ഒരു പേടി പുതിയ കാലത്തുണ്ടായി എന്നുള്ളത് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ സത്യമായൊരു വസ്തുതയാണ്. പേടി ഉണ്ടായി നമുക്ക്. അത് നമ്മുടെ സംസാരത്തിൽ തന്നെ കാണാം. റമദാന്റെ മുമ്പൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോയിരുന്ന പല സ്ഥലത്തും നമ്മളോട് ക്ലാസ്സിനൊക്കെ ശേഷം രക്ഷിതാക്കൾ വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. ആ പ്രാർത്ഥനയിൽ പറയും, മൗലവി, ഞങ്ങളൊക്കെ പ്രായമാകുമ്പോൾ ഞങ്ങളുടെ മക്കള് ഞങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യേണ്ടി കേട്ടോ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് ഉമ്മാരും മഹല്ലത്തെ ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ റമദാനിൽ അതേ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതേ രക്ഷിതാക്കൾ എന്നെ നമ്മളോട് പറയണം, മൗലവി, വലുതാകുമ്പോൾ നോക്കൊന്നും വേണ്ടില്ലേനി, നിങ്ങൾ മക്കൾ കൊല്ലാതെക്കാൻ വേണ്ടി കാര്യമായിട്ടൊന്ന് ദുആ ചെയ്യുവേണ്ടി കേട്ടോ. രക്ഷിതാക്കൾ മാറി, പ്രാർത്ഥിക്കാൻ പറയുന്നത് വരെ മാറി. ഉമ്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ സ്വപ്നമായിട്ട് എന്താ പറഞ്ഞിനെ അറിയും? അവസാനത്തെ പേരക്കുട്ടിന്റെയും കല്യാണത്തിനൊക്കെ കൂടി എല്ലാത്തിലും സന്തോഷം പങ്കെടുത്ത് ഈ ദുനിയാവെന്ന് പോവുക എന്നുള്ളതാണ് ആഗ്രഹം. അതേ ഉമ്മാർ ഇന്ന് നമ്മളോട് സംസാരത്ത് പറയാൻ, ഒരു പേരക്കുട്ടിന്റെ കല്യാണത്തിനും കൂടണമെന്നില്ല മൗലവി, അവനാന്റെ മക്കളെ കല്യാണം മാനം കെടാതെ ദുനിയാവ് നടത്തി മരിച്ചു പോകാൻ തൗഫീഖ് ഉണ്ടായാൽ മതിയായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറി, സംസാരം മാറി, നിരാശ മാറി, നമ്മളിൽ നിന്ന് ഭയം
പുറപ്പെടുവിക്കാൻ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും സംസാരം വരെ തുടങ്ങി. സഹോദരങ്ങളെ, ഇതിനെന്താണ് പരിഹാരം? അതാണല്ലോ ഒരു ഖുത്ബയിൽ ഒരു മഹലിൽ നമ്മൾ സംസാരിക്കേണ്ടത്. എന്താണ് പരിഹാരം? ഞാനും നമ്മളൊക്കെ ഒരു ദീനിയായ കുടുംബാണ്. നമ്മുടെ നാട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില്, നമ്മുടെ മരുമക്കളില്, നമ്മുടെ പേരക്കുട്ടികളില് ഈ മുഴുവൻ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. മക്കള് എന്ന് പറയുന്നതിൽ പേരക്കുട്ടികളും മരുമക്കളും അടക്കം മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. സോ എന്താണ് നമ്മുടെ കുടുംബത്തിൽ ഇത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളിൽ ഇത് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരൊറ്റ പരിഹാരമാണ് പ്രഥമമായി, ഏറ്റവും പ്രധാനമായി, മുൻഗണനാക്രമത്തിൽ ആദ്യമായി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാണ്ട്. അതെന്താണ്? നമ്മുടെ മക്കളിൽ അള്ളാഹുവിന്റെ ദീൻ അവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക. ബാപ്പാന്റെ ഇമ്മാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമായി ഖുർആൻ പറയുന്ന വാക്ക്, പ്രവാചകൻ പഠിപ്പിക്കുന്ന വാക്ക്, നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ അള്ളാന്റെ ദീൻ എത്തിക്കുക. അതിനെന്ത് മാർഗവും, ഹലാലായ മാർഗവും ഒരു വാപ്പാക്കുമ്മാക്കും സ്വീകരിക്കാം. പ്രവാചകന്റെ വാക്ക് എന്താ അറിയും? അക്രിമു ഔലാദക്കും വ അഹ്സിനു അദബഹും. പ്രിയപ്പെട്ട മാതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ സ്നേഹിക്കിൻ, ആദരിക്കിൻ, ഇഷ്ടപ്പെടിൻ. അതൊക്കെ ദീനിന്റെ ഭാഗാണ്. പക്ഷേ അയിമ നിക്കല്ലിൻ. വഹ്സിനു അദബഹും, അള്ളാന്റെ ദീന് അവരിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യുവിൻ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം അറിയോ? ബാക്കിയെല്ലാം താൽക്കാലികമായ പരിഹാരമാണ്. നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ദീൻ എത്തിയാലേ നമ്മൾ ഇന്ന് കേൾക്കുന്ന ദുരന്തപൂർണമായ സംസാരവും അനുഭവങ്ങളും എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ഇല്ലാതെയാകുള്ളൂ. ചിലരൊക്കെ ധരിച്ചു വെച്ചെന്ന രസങ്ങളെ, ഇപ്പൊ നമ്മളെ മക്കളെയും കൊണ്ട് ഒരു ടൂർ പോയി. ചില രക്ഷിതാക്കൾക്ക് പറയാൻ, ഞാൻ എന്റെ കുട്ടികളെ എന്നും ഉമ്മക്കലുണ്ട്. സോ നല്ലതാണ്, ഇസ്ലാമികമായി പുണ്യമാണ്. പക്ഷെ ഞാൻ എന്റെ കുട്ടിനെ എന്നും ഉമ്മ വെച്ചു എന്നുള്ളതുകൊണ്ട് എന്റെ കുട്ടി പഴക്കാതെ തെറ്റിദ്ധാരണയാണ്. അത് പൂർണ്ണമായും തെറ്റിദ്ധാരണയാണ്. ഞാൻ അധ്യാപകനാണ്. എത്രയോ രക്ഷിതാക്കൾ, ഞാൻ അതിനെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. എങ്കിൽ പോലും അതിൽ നമ്മുടെ ധാരണ തെറ്റാണ് എന്ന് പറയാൻ. അവനാന്റെ വാഹനത്തിൽ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവന്നിറക്കി, ആ കുട്ടി വാപ്പാക്കുമ്മ കൊടുത്ത്, വാപ്പ കുട്ടിയെ തിരിച്ചുമ്മ കൊടുത്ത് സന്തോഷത്തിൽ ആ വാപ്പ തിരിച്ചു പോകുന്നു. സഹോദരങ്ങളെ, ബാപ്പാനെ ഉമ്മ വെച്ച അതേ കുട്ടി ഇന്റർവെല്ലിനും ഉച്ചക്കും ബാത്റൂമിന്റെ ബാക്കിന്ന് വേറൊരു ആൺകുട്ടിനെ ഉമ്മ വെക്കണേ നമ്മൾ കാണുകയാണ്. അതിന്റെ പേരിൽ പിടിച്ചോണ്ടരാൻ. നമ്മൾ ഉമ്മ കൊടുത്തു എന്നുള്ളതുകൊണ്ടും നമ്മൾ ടൂർ കൊണ്ടുപോയി എന്നുള്ളതുകൊണ്ടും നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ ദുനിയാവിലെ പൂർത്തീകരിച്ചു എന്നതുകൊണ്ടും സഹോദരങ്ങളെ, ആത്യന്തികമായി നമ്മുടെ കുട്ടികളുടെ മനസ്സ് മാറൂല. മറിച്ച് അവിടെ മനസ്സിൽ പടച്ചോനെ കുറിച്ചും ദീനിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമേ മാറുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട ലഹരിയല്ലേ? നമ്മൾക്കറിയാം. നമ്മളെ മക്കളെ എടുക്കിൻ, എന്റെയും നിങ്ങളുടെയും മക്കളെ ശരിക്കും നമ്മളൊരു ഖുത്ബക്കപ്പുറത്ത് ആയിട്ടൊന്ന് എടുക്കിൻ. നമ്മളെ മക്കൾ എവിടെ ജീവിക്കണ്? വീട്ടിലോല എത്ര മണിക്കൂറാള്? ബാക്കി കലാലയത്തിലും പുറത്തുമാണ്. കലാലയത്തിലും പുറത്തും അങ്ങാടിയിലും ക്യാമ്പസിലും ജീവിക്കണം നമ്മുടെ ആൺകുട്ടിയാട്ടെ പെൺകുട്ടിയാട്ടെ. അവിടെ ചുറ്റുഭാഗത്തുള്ള ഭൂരിപക്ഷം ചങ്ങാതിമാരും അവരോട് ലഹരി ഉപയോഗിക്കരുത് എന്നാണോ പറയണത്? അല്ല, എടാ അതൊക്കെ എപ്പോൾ ഉപയോഗിച്ചില്ലേ പിന്നെ എന്തിനാണ് ആ ലൈഫ്? കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിർത്തുവാടാ, ഈ ടൈമിലൊന്നും ഉപയോഗിച്ചില്ലേ പിന്നെ എന്ത് ജീവിതാണടാ? ഇത് പറയണോലാണ് നമ്മളെ കുട്ടികളുടെ ഭൂരിപക്ഷം കൂട്ടുകാരും. അവർ എവിടേക്കെങ്കിലും ടൂർ പോവുകയാണെങ്കിൽ നമ്മുടെ മകൻ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവനെ ടൂറിന്ന് മാറ്റുകയാണ്. അവൻ കാണുന്ന അവന്റെ റീൽസുകളും സിനിമകളും ഈ ലഹരി എന്നത് ജീവിതത്തിൽ ഒരു നിസ്സാരമായ കാര്യമായിട്ടും അതൊന്നുമില്ലെങ്കിൽ ജീവിതം കളറാകൂലെന്നും അവനെ പഠിപ്പിക്കാണ്. അവന്റെ ചുറ്റുഭാഗം, അവന്റെ കാഴ്ചകൾ, അവന്റെ കേൾവികൾ, അവന്റെ ക്യാമ്പസ് എല്ലാം ലഹരി ഉപയോഗിക്കാനാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ലഹരിക്ക് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാണ്. ഇതൊരു ചെറിയ വിഷയാണ്, നിങ്ങൾ പർവ്വതീകരിക്കണ്ട, അതൊക്കെ അവനാന്റെ ചെറിയ ചെറിയ ഇഷ്ടല്ലേ, ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെയാ ദുനിയാവിൽ ജീവിക്കുക എന്നാണ് അവനോട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഈ മുഴുവൻ കൂട്ടുകാരെയും, ഈ മുഴുവൻ ചിന്തകളെയും, അവന്റെ കേൾവിയെയും അവന്റെ കാഴ്ചയെയും അതിജയിച്ച് നമ്മുടെ കുട്ടി നിൽക്കണം എന്നാണല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? അവൻ ഹാൻഡ്സ് ഉപയോഗിക്കരുത്, അവൻ പാൻ പരാഗ് ഉപയോഗിക്കരുത്, അവൻ സ്റ്റിക്കറും കൂൾ ഉപയോഗിക്കരുത്, അവൻ സിറിഞ്ച് അടിക്കരുത്, അവന്റെ ശരീരത്തിൽ MDM ഉപയോഗിക്കരുത്, അവൻ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുത്. നാവോണ്ട് പറഞ്ഞാ പോരാ, ഉപയോഗിക്കാതിരിക്കാൻ നമ്മുടെ കുട്ടിക്ക് 1000 പ്രതിസന്ധികൾ തരണം ചെയ്യണം. ഓന്റെ ചങ്ങായിമാരെ ചിലരെ ഒഴിവാക്കേണ്ടി വരും, കളിയാക്കൽ കേൾക്കേണ്ടി വരും, ചില ടീമിന്ന് പോരേണ്ടി വരും. അത് മുഴുവനും അവന് ഉണ്ടാകണമെങ്കിൽ
അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഒരൊറ്റ ചിന്തയാണ്. എന്താ അറിയോ? മുഴുവൻ ചങ്ങായിമാര് കളിയാക്കിയാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ നിൽക്കുമ്പോ മിഫ്താഹുൽ ലികുല്ലി ശർരിൻ, ലോകത്തെ മുഴുവൻ പാപങ്ങളുടെയും താക്കോലായ ലഹരി നീ ഉപയോഗിച്ചിട്ടുണ്ടടാ എന്ന് പടച്ചോൻ ചോദിക്കുമ്പം ഇല്ല പടച്ചോനെ എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയണം എന്ന ബോധത്തുനിന്ന് മാത്രമേ മാറിക്കാൻ കഴിയുള്ളൂ. അത് ദീനാണ്, അത് ദീനാണ്. അത് ടൂറല്ല, അത് ഉമ്മല്ല, അല്ല അത് ഇവിടുത്തെ ബ്രോസ്റ്റോ അല്ല, ബിരിയാണി അല്ല, അത് ദീനാണ്. അത് നമ്മുടെ കുട്ടികളെ ഹൃദയത്തിൽ ഉണ്ടാക്കിയേ പറ്റൂ. അവന്റെ മുന്നിലേക്ക് ആരെങ്കിലും കോളേജ് ഡേയുടെയോ കല്യാണത്തിന്റെ തലേന്നോ ടൂറിന്റെ അന്നോ നാട്ടിലത്തെ പരിപാടിയെന്നോ കുഴപ്പല്ലടാ കുറച്ച് കഴിഞ്ഞിട്ട് നിർത്താന്ന് പറയുമ്പം അവന്റെ മനസ്സിലേക്ക് വരണം എന്ത് വരണമെന്നറിയോ? മൻശരിബൽ ഖംർ, ആരെങ്കിലും ലഹരിന്റെ ഒരു ഭാഗം ഞാൻ തൊട്ടാൽ ഓല നിർബന്ധത്തിന് വഴങ്ങി ചെങ്ങാത്തത്തിന് വഴങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം എന്ന ശൈത്വാനിയത്തിന് ഞാൻ വഴങ്ങി ഞാനെങ്ങാൻ ഉപയോഗിച്ചാൽ ലം യുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സുബാഹ, കഴിഞ്ഞ റമളാനിലെ 30 നോമ്പിലെ നിസ്കാരമടക്കം 40 ദിവസത്തെ നിസ്കാരം, നോമ്പ് ഇബാദത്ത് വിശിഷ്യ നിസ്കാരം പടച്ചോനിന്റെ പോയി. റമളാനിലെ നിസ്കാരം പോകും, റമളാനിലെ തറാവീഹ് പോകും, റമളാനിലെ സുന്നത്ത് നിസ്കാരം പോകും, അതിന്റെ ജീവിതത്തിൽ നിന്ന് പോകും. ഫഇൻ താബ, ഞാനെങ്ങാനും അറിയാതെ പെട്ടാൽ തൗബ ചെയ്ത് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, പടച്ചോനിന്റെ പൊറുക്കും. എന്നാൽ ഫഇൻ ആദാ, ഞാൻ വീണ്ടും തെറ്റിലേക്ക് തന്നെ വീണ്ടും ലഹരിയിലേക്ക് തന്നെ പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അയ്യുസ്ഖിയഹു മിൻ നഹ്രിൽ ഖബാൽ, തീനത്തുൽ ഖിബാൽ അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്താ നബിയെ തീനത്തുൽ ഖിബാൽ? പ്രവാചകൻ പറഞ്ഞു നഹറും മിൻ സദീദി അഹ്ലിന്നാർ, നരകവാസികളെ നരകത്തിലിട്ട് ശരീരം പഴുപ്പിച്ച് ആ ശരീരത്തിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന രക്തവും ചലവും അതേ ചൂടോടുകൂടി അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. പടച്ചോനെ, ഞാൻ എന്റെ ചങ്ങാതിമാർക്ക് വേണ്ടി നിന്നാൽ, അവിടെ വാക്കിന് വേണ്ടി നിന്നാൽ ഇതെനിക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടില്ല എന്നിന്റെ കുട്ടി തീരുമാനിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിക്ക് ദീനാണ് കയറണം. ആ ദീനോണ്ടേ മാറൂ. ആ ദീനല്ലാത്തത് മൊത്തം ദുനിയാവിൽ നടത്തുന്നതാണ്. നമ്മൾ നടത്തുന്ന ഓരോ ക്യാമ്പയിനും മിഞ്ഞാത്ത പത്രങ്ങളിലെ നിങ്ങളെ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന 2 പേരെ മലപ്പുറം ജില്ലയിൽ നിന്ന് 3 കിലോ കഞ്ചാവായിട്ട് അറസ്റ്റ് ചെയ്തു. ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ് സ്കൂളിൽ പോയിട്ട്. പറഞ്ഞത് എന്താ അറിയോ? മാറ്റമുണ്ടാകുന്നത് ദീനോണ്ട് മാത്രമാണ്. രക്ഷിതാക്കളെ, നമ്മുടെ ഒന്നാമത്തെ ഡ്യൂട്ടി നമ്മുടെ കുട്ടികൾ കയ്യാമം വെച്ച് കൊണ്ടുപോകാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, തോന്നിയാസത്തിൽ പെടരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഡ്യൂട്ടി അവിടെ ഹൃദയത്തിലേക്ക് പടച്ചോന്റെ ദീന് കൊടുക്കുക. ദീന് നമ്മുടെ മക്കൾക്ക് കിട്ടിയാൽ, ഞാൻ ഇന്ന് ആലോചിക്കാൻ, ഇവിടെ നിന്ന് UK പഠിക്കുന്ന കുട്ടി, എത്രയോ കുട്ടികൾ UK എന്ന് വിളിക്കാൻ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന കുട്ടി അവൻ എടുത്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ ഒരു ചെറിയ പെട്ടിക്ക് ശബ്ദത്തിന്റെ അനക്കത്തുനിന്ന് കുപ്പിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തുറന്നു നോക്കുമ്പോൾ ബിയറിന്റെ കുപ്പി വഹിക്കാൻ 10-15 സാധനമുണ്ട്. ഒരു കുപ്പിയെ ഒരു പാക്കറ്റ് ബിയറുള്ളൂ, ബാക്കി 9 സാധാരണ ഹലാലായതാണ്. അവിടുന്ന് വിളിക്കാൻ നോക്കൂ, ഞാൻ ചെയ്യുന്ന ജോലി ഇതാണ്. ഇതില് ബിയറിന്റെ കുപ്പി വഹിക്കണ ജോലി മൗലവി നമുക്ക് പാടില്ലല്ലോ. അവൻ പറഞ്ഞ വാക്കെന്തറിയോ? നാട്ടിൽ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ നബി നിരോധിച്ചതിൽ ഇത് പെട്ടിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. നബി പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹ് ശപിച്ചു. എന്നിട്ട് പറയാൻ, കുടിക്കുന്നവനെ, കുടിപ്പിക്കുന്നവനെ, പിടിയുന്നവനെ, അവസാനം അത് വഹിക്കുന്നവനെ, എന്നിട്ട് അതിന്റെ വരുമാനം ഭക്ഷിക്കുന്നവനെ. 5-6 കൊല്ലം മുമ്പ് അവന്റെ 18ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് കേട്ട ദീനിന്റെ ഒരു അംശം അവൻ 15 കൊല്ലം, അവന്റെ ജീവിതത്തിൽ 5-6 കൊല്ലത്തിന് ശേഷം 25ാമത്തെ വയസ്സിൽ ആരും കാണാതിരിക്കുന്ന സമയത്തും ബാപ്പയില്ല, അങ്ങാടിയില്ല, കുടുംബമില്ല, ഒറ്റക്കാണെങ്കിലും പടച്ചോനെ ഞാൻ അയക്കുന്ന വരുമാനം ഹറാമാകുമല്ലോ എന്ന് ചിന്തിച്ച് ലഹരിയുടെ ഒരു അടപ്പ് പോലും ഒഴിവാക്കാൻ ഒരു കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണോ അതേ ചിന്തയെ നമ്മളെ കുട്ടികളെ മാറ്റുള്ളൂ. അതെന്താ? ദീനാണ്. ആ ദീന് കേൾക്കുന്നിടത്തേക്ക് വാപ്പാരെ കുട്ടികളെ കൊണ്ടുവരണം. അത് ഖുതുബയാണ്,
ക്ലാസ് ആണ്, മോറൽ ക്ലാസ് ആണ്, കുട്ടികളുമായി ബന്ധപ്പെട്ട ദീനാണ്. ഇതിന് നേരല്ലാത്തൊരു വാപ്പിമ്മിയും കുട്ടികൾ തടി വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക, വെളുപ്പുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്ക, ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്ക, ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്ക, എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്ക. നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. കാരണം നന്നാകാൻ അല്ല പറഞ്ഞ വഴിതാണ്, പടച്ചോൻ പറഞ്ഞ വഴിതാണ്. അവിടെ ഹൃദയത്തിലേക്ക് ദീനെത്തിക്ക. പെൺകുട്ടിന്റെ കല്യാണം ഉറപ്പിച്ചു. മോളെ ഒരു കുടുംബത്തില് അറിയപ്പെടുന്ന കുടുംബമാണ്, വലിയ തറവാടാണ്. ആ കുടുംബത്തിലെ മൂത്ത മകളുടെ പേരക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. എളാപ്പാര് മൂത്താപ്പാര് ഗൾഫിലാണ്, ടിക്കറ്റ് നാട്ടിൽ വന്നു. ഗംഭീരമായി നാട് മൊത്തം വിളിച്ച് കുടുംബത്തിൽ ആദ്യത്തെ കല്യാണം നിലക്ക് എല്ലാവരോടും പറഞ്ഞു. ധനാഢ്യരായതുകൊണ്ട് കുറെ കുടുംബക്കാരുണ്ട്, എല്ലാവരും ഏകദേശം നാട്ടിലെത്തി. കല്യാണത്തിന് 2 ദിവസം മുന്നേ ബാപ്പാനിമ്മാനും വിളിച്ചിട്ടോള് പറഞ്ഞു, ഞാൻ വേറെ ആളിപ്പോ നാളെ പോവുകയാണ്, നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത്. ഉമ്മ ബോധം കെട്ടു, ആശുപത്രിയിലാക്കി, സ്ലിപ്പിട്ട് കിടക്കേണ്ടി വന്നു. വാപ്പ അവൾ അടിച്ചു, കണ്ണിന്റെ അടിഭാഗത്ത് കറുത്ത പാടുകൾ വന്നു, വീട്ടിലാകെ പ്രശ്നമായി. സഹോദരങ്ങളെ, കല്യാണം ജനമധ്യത്തിൽ വെച്ച് തകർന്ന് തരിപ്പണായി. എത്ര കുടുംബന്മാരെ, എത്ര കുടുംബം ഒളിച്ചോടുന്നു, ഇറങ്ങിപ്പോകുന്നു, തലേന്ന് മുങ്ങുന്നു, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പവനുമായി പോകുന്നു. എന്തേ കാരണം? എന്തമ്മാരും ബാപ്പാരായി നമ്മൾ പറയോ, ഞാൻ എങ്ങനെയാ ഓളെ നോക്കിയത്, എനിക്കോളില്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഓളെ ഏറ്റവും വലിയ കൂട്ടാരത്തി മൂലം നിങ്ങൾ ചോദിക്കും, ഞാനില്ലാതെ ഓള് പുറത്തേക്കിറങ്ങൂല. വിരുന്നാർക്കാൻ വേണ്ടി പോയാൽ വൈകുന്നേരമാകുമ്പോഴേക്കും ഒലോള് ചിന്നക്കാട് അങ്ങോട്ടന്നെ വരും. ഇങ്ങോട്ടോളിനോട് ചെയ്തല്ലോ രക്ഷിതാക്കളെ. അവരെ പഠിപ്പിച്ചതും അവർ സ്നേഹിച്ചതുമായ കണക്ക് നമ്മൾ പറയുമ്പം അവർ പഠിച്ച ഏത് കോഴ്സിലാ ബാപ്പാനെ ചതിക്കരുതെന്നുള്ളത്? ഞാൻ അധ്യാപകനാണ്, ഞാൻ പഠിപ്പിക്കണില്ല, ഇല്ല, ഒരു സിലബസിലുമില്ല. ബാപ്പാനെ ചതിക്കരുത്, ഉമ്മാനെ ചതിക്കരുത്, ആങ്ങളമാരെ വഷളാക്കരുത്, കുടുംബത്തെ മാനം കെടുത്തരുത്, പടച്ചവനോടും പ്രവാചകനോടും വഞ്ചന കാണിക്കരുത് എന്ന് ഏത് സിലബസിലാണ്? എൻട്രൻസിലുണ്ടോ? അക്കൗണ്ടിങ്ങിലുണ്ടോ? MBAയിലുണ്ടോ? ഏതിലാ കൂട്ടരുള്ളത്? പിന്നെ ആ കുട്ടിനെ ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് പഠിപ്പിച്ചതാണ്. ഓളെ കല്യാണത്തിനും വേണ്ടി ഞാൻ ഗൾഫിൽ നിന്നത്, അതുകൊണ്ട് ഇങ്ങോട്ടോളിനോട് ചെയ്തല്ലോ. സഹോദരങ്ങളെ, ബാപ്പാനോടും ഉമ്മാനോടും എനിക്ക് വേണ്ടി ബാപ്പിമ്മിൻ ഗൾഫിൽ പോയി നിൽക്കുന്നുണ്ട്, ഇന്റെ അമ്മ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ആ അമ്മാനെ ഞാൻ ചതിക്കാൻ പാടില്ല എന്നുള്ള എവിടുന്നാ കിട്ടുക? മിനൽ കബായിരി, വൻ പാപത്തിൽപ്പെട്ടതാണ്. മൻസബ്ബ വാലിദൈ, ഉമ്മാനും ബാപ്പാനും വെറുപ്പിക്കുന്ന ഒരു വാചകം പറയൽ 7 വൻപാപങ്ങൾക്ക് പുറമെ മറ്റു വൻപാപങ്ങൾ പഠിപ്പിച്ചേർത്ത് എന്റെ നബി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനെങ്ങാനും ബാപ്പാനിമ്മാനും ചതിച്ചാൽ, വഞ്ചിച്ചാൽ, അപമാനിച്ചാൽ ഈ ദുനിയാവുന്നതിന്റെ 1ാം ഘട്ടം എന്റെ കുടുംബജീവിതത്തിലൂടെ പടച്ചവൻ തിരിച്ചു നൽകും. ലോകത്തെ ഏറ്റവും വലിയ ചതിയത്തിയായി എന്റെ പേര് പടച്ചോൻ എഴുതി വെക്കും. ബർക്കത്തുണ്ടാവുന്ന ജീവിതത്തിൽ എന്നിന്റെ കുട്ടിക്ക് മനസ്സിലായാലാണ് അവൾ തിരിച്ചു വരിക. ആ മനസ്സിലാകെ എവിടുന്ന കിട്ടുക? അതെവിടുന്ന ഉണ്ടാകറിയോ? ജുമാക്ക് കൊണ്ടുവരണം, അപ്പൊ കുത്തുബീന്ന് കേൾക്കും. വെക്കേഷനിൽ കുട്ടികൾ ക്ലാസ് ഉണ്ടാവും, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊണ്ടുവരണം, അപ്പോൾ കേൾക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോഗ്രാം ഉണ്ടാവും, അവൾക്ക് കൊണ്ടുവരണം. ആര് കൊണ്ടുവരണം? നമ്മൾ കൊണ്ടുവരണം. അവിടെ ക്യാമ്പുണ്ട്. എന്നാ 20-ാം തീയതി എളാമാന്റെ കുട്ടിന്റെ ചെറിയ എളാമാന്റെ കല്യാണം ഉണ്ട്. അതിന് ഞങ്ങൾ കുടുംബമായതുകൊണ്ട് ഒരാഴ്ച മുന്നേ തന്നെ പോകണം, അതുകൊണ്ട് വരാൻ കഴിയില്ല. ആർക്കാ സോങ്ങൾ വരേണ്ടത്? ഇന്റെ കുട്ടി കുടിക്കാതെക്കണമെങ്കിൽ മഹല്ലാണ് നോക്കേണ്ടത്, ഖത്തീബാണ് നോക്കേണ്ടത്, ആരാ നോക്കേണ്ടത്? മദ്രസ നോക്കണ്ടേ? ഇന്റെ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാകാൻ മഹല്ല നോക്കണത് ആണോ? ഇന്റെ കുട്ടിക്ക് എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ആരാ നോക്കണത്? അങ്ങാടിക്കാരോ? എന്റെ കുട്ടി ജീവിതത്തിൽ ആരോഗ്യം ഉണ്ടാകാൻ ആരാ നോക്കണത്? അതേ ആൾക്കാരല്ലേ ഇന്റെ കുട്ടി പഴക്കാതെക്കാനും സ്വർഗാവകാശിയാകാനും നരകത്തുനിന്ന് മോചിതമാകാനും ബാപ്പാനിമ്മാനെ അനുസരിക്കുന്നവരാകാനും പടച്ചോനെ സൂക്ഷിക്കുന്നവനാകാനും തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു കുട്ടിയാകാനും ആരാ നോക്കണ്ടേ അറിയോ? ഞാനാ നോക്കണ്ടേ. അതിനുവേണ്ടി മഹലിനെ ഞാൻ ഉപയോഗപ്പെടുത്തണം, ചോദിക്കണം. അല്ല നമ്മളെ മഹലിൽ നടത്തണ്ടേ? ഞാൻ മൗലവിമാരോട് ഞാൻ ചോദിക്കണം, അല്ല മൗലവി ഞങ്ങളുടെ നാട്ടിൽ ചെറിയ പരിപാടി വെച്ചാൽ എന്റെ കുട്ടിയടക്കമുള്ള യുവാക്കളുണ്ട്, ഓൾക്ക് വേണ്ടി ഒരു പരിപാടി വെച്ചാലോ? ഞാനാ സോങ്ങളെ മുന്നിട്ട് നിൽക്കണ്ടേ? ഓരോരുത്തരെയും ഞാൻ ഉപയോഗപ്പെടുത്തണം. ഞാൻ ഉമ്മാടും ബാപ്പാടും ആപ്പാരന്മാരെ
ലോകത്തെ വിഡ്ഢികൾ നമ്മൾ ആകരുത്. എന്തെന്നറിയോ? ദീനല്ലാത്തത് മുഴുവൻ കൊടുത്തിട്ട് അതുവഴി എന്റെ കുട്ടിനെ സ്നേഹിക്കും, എന്നെ ആദരിക്കുന്നു വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു വിഡ്ഢിത്തം ലോകത്തില്ല. ഇല്ല. എന്റെ കുട്ടിക്കും നിങ്ങളെ കുട്ടിക്കേ ഫോണിലൊരു കോള് വരാൻ, നട്ടപ്പാതിരക്ക് 12 മണിക്കൊരു കോള് വരാൻ. ആ കോൾ എടുത്ത് മറ്റൊരു പുരുഷനുമായി സംസാരം തുടങ്ങി, അത് വീഡിയോ കോളിലെത്തി ഔറത്ത് കാണിച്ച് പിന്നീട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കുടുംബത്തെ അപമാനിക്കുന്ന ഹറാമിലേക്ക് പോകാൻ നമ്മളെ കുട്ടിക്ക് ഒരൊറ്റ സെക്കൻഡ് മതി. ആ കോൾ ഇങ്ങനെ എടുക്കുക എന്നുള്ള ഒരൊറ്റ സെക്കൻഡ് മതി. എന്നാൽ ബാപ്പ ഉമ്മ 11:30 4-5 ദിവസമായിട്ട് ഒരു നമ്പറിന് കോൾ വരുന്നുണ്ട്, ബാപ്പ അമ്മ ആരാ നോക്കിൻ എന്ന് പറഞ്ഞാൽ ഫോൺ ഇങ്ങനെ നമ്മളെ കയ്യിൽ തരണമെങ്കിലേ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല. ഇല്ല. പിന്നെ ആ കുട്ടിന്റെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടാകണം. പടച്ചോനെ നിസ്കരിക്കണം, നോമ്പോൽക്കണം, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ബാപ്പാനിമ്മാനും കാണാതെ രഹസ്യ ജീവിതത്തിൽ ചതിച്ചാൽ എന്റെ ജീവിതത്തിൽ പടച്ചോൻ നിരോധിച്ചൊരു ഹറാമാണ് ചെയ്യുന്നത്, അതുവഴി എന്റെ ജീവിതം പടച്ചോൻ ദുനിയാവെന്ന് എന്നെ പരീക്ഷിക്കും എന്ന ദീനുണ്ടായാലാണ് ബാപ്പ അമ്മ നീക്കാരോ വിളിക്കുന്നുണ്ട് നിങ്ങൾ നോക്കണട്ടോന്ന് ആ കുട്ടി പറയാ. അതിന് ദീനാ വേണ്ടി ഞാൻ ആവർത്തിക്കുന്ന ആ ഒരൊറ്റ വാചകാണ്. ഖുർആന്റെ വാക്കെന്താ അറിയോ? നമ്മളെ ബോധ്യപ്പെടുത്താൻ, വിശ്വാസിയായ നമ്മൾ വരാൻ. നാട് മൊത്തം കേടുവരുമ്പോഴും അവനാന്റെ മക്കളും കുടുംബവും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ വാക്കുതാണ് ഒരാളുടെ ഹൃദയത്തിൽ പടച്ചോനെ പറ്റിയുള്ള വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ യഹ്ദി ഖൽബഹു, അവന്റെ ഹൃദയത്തെ പടച്ചോൻ നന്നാക്കും. എന്റെ കുട്ടിനെ ഞാൻ ദീന് കേൾക്കുന്നതിലേക്ക് ഞാൻ എത്തിച്ചാൽ, ആദർശം കേൾക്കുന്നതിലേക്ക് ഞാൻ എത്തിച്ചാൽ, അതിനുവേണ്ടി ഞാൻ സമയം ചെലവഴിച്ചാൽ നന്നാക്കണ കാര്യം പടച്ചോനേൽക്കും. ഞാൻ അതിന് നേരല്ല, എനിക്കതിന് നേരല്ല. ടൂറുണ്ടോകാൻ എനിക്ക് നേരുണ്ട്, ഡ്രസ്സ് വാങ്ങാൻ നേരുണ്ട്, ബാക്കിയൊക്കെ നേരുണ്ട്. പിന്നെയോ എന്തെങ്കിലും ഒന്ന് ദീനിയായ കാര്യം പറയുമ്പം അന്ന് വരാൻ കഴിയില്ല, ഞങ്ങൾ കുടുംബസമേതം പോവുകയാണ്, അന്ന് എനിക്ക് ഒഴിവില്ല എന്നാണ് പറയണമെങ്കിൽ പടച്ചോൻ വരാൻ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കൂല. കാരണം ബാപ്പാക്കുമാക്കും കുട്ടിയുടെ പഠനത്തിൽ ശ്രദ്ധയുണ്ട്, ജോലിയിൽ ശ്രദ്ധയുണ്ട്, ഉറക്കത്തിൽ ശ്രദ്ധയുണ്ട്, ഭാവിയിൽ ശ്രദ്ധയുണ്ട്. സ്വർഗത്തെക്കുറിച്ചൊരു തരിമ്പ് പോലും ശ്രദ്ധല്ല ബാപ്പാക്കുമാക്കും എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പടച്ചോൻ ആ കുട്ടിന്റെ വിഷയത്തിൽ ഇടപെടൂല. ഞാൻ അവസാനിപ്പിക്കണം ദർശനങ്ങളെ, ലോകത്ത് നമ്മൾ വിഡ്ഢികളാകരുത്. പരിഹാരം വേണ്ടവർ സങ്കടം പറയല്ല വേണ്ടത്, പരിഹാരം അന്വേഷിക്കലാണ്. ആ പരിഹാരം ദീനാൻ. ലോകത്തെ ഇപ്പോഴേ കേരളത്തിൽ കഴിഞ്ഞൊരു 6 മാസത്തിനിടയിൽ സ്വന്തം മക്കളുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടി വന്ന ഹതഭാഗ്യവാന്മാരായ രക്ഷിതാക്കളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിക്കാൻ. സ്വന്തം മക്കളുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരുന്ന എന്തേ സംഭവം എന്നറിയോ? എന്താ സംഭവം എന്നറിയോ നിങ്ങള്? ആത്മഹത്യ ചെയ്യുക. ആര്? മുസ്ലിം കുടുംബത്തിലെ മക്കൾ ആത്മഹത്യ ചെയ്യുക. മുസ്ലിം കുടുംബത്തിലെ മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 3 മാസത്തിനിടയിൽ നമ്മുടെ 2 കൈയിലെയും വിരലുകൾക്കപ്പുറം മുസ്ലിം കുട്ടികൾ ആത്മഹത്യ ചെയ്ത എണ്ണാൻ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് മാത്രം. പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പൈസ ഉണ്ട്, ബാപ്പാനിമ്മാനൊപ്പം യാത്രയും പോകുന്നുണ്ട്, ബാപ്പിമ്മയും ചോദിക്കണ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഒരു പരീക്ഷ തോറ്റാൽ, വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, കളിയാക്കിയാൽ, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അപമാനിച്ചാൽ പിന്നീട് അവർ ജീവിതം അവസാനിപ്പിക്കാൻ എന്തേ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കിൻ. അങ്ങാടിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ കുറെ മനുഷ്യന്മാരെ? വേണ്ട, കുറെ മക്കളെ കണ്ടിട്ടില്ലേ? കയ്യിനും കാലിനും ചെറിയൊരു അംഗവൈകല്യം മൂലം ജനിച്ച അന്ന് മുതൽ അവർക്ക് 30 വയസ്സാണെങ്കിൽ 30 വയസ്സ് വരെ ആളുകൾ മുഴുവൻ അവന്റെ കാലിനെയും കയ്യിനെയും കണ്ണിനെയും കളിയാക്കിയിട്ട് പോലും പിടിച്ചു നിൽക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓലെങ്ങനെ പിടിച്ചുകണ്? PSC പരീക്ഷ 4 വട്ടം എഴുതിയിട്ടും
അധ്വാനിച്ചിട്ടും പരീക്ഷ തോറ്റിട്ടും ശുഭപ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? ഇല്ലേ? എൻട്രൻസിന് വേണ്ടി, കോച്ചിങ്ങിന് വേണ്ടി വീട്ടിൽ നിന്ന് പോയി പഠിച്ച് 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 കല്യാണത്തിലും സൽക്കാരത്തിലും ഒന്നും പങ്കെടുക്കാതെ പഠിച്ചിട്ടും വിചാരിച്ച റിസൾട്ട് വരാതെ സാരല്ല വാപ്പ നമുക്കൊന്നും കൂടി നോക്കാം എന്ന് പറയുന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തവര് നമ്മൾ വ്യത്യാസം എന്നറിയോ? ഒരാളുടെ മനസ്സിൽ പടച്ചോന്റെ വാക്കുണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ. പടച്ചോൻ ഇപ്പൊ ഒരു പ്രയാസം നിന്നിക്കണ്, അതിന്നെ പരീക്ഷിക്കാണ്. ഞാനതിൽ പടച്ചവനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവനായി ജീവിച്ചാൽ യുസ്റ, ഒരുപാട് എളുപ്പം ഇൻഷാ അല്ലാഹ് ഭാവിയിൽ പടച്ചോൻ എനിക്ക് തരും. അതെനിക്ക് അല്ലാഹ് പറഞ്ഞ ഓഫറാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഇപ്പോഴത്തെ 5 കൊല്ലത്തിന്റെ നിരാശ കൊണ്ട് പടച്ചോന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടണ്ട. പടച്ചോൻ തരും. ഈ ബോധം ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് ആ കൂട്ടരെ കളിയാക്കിയിട്ടും ചെയ്യാത്ത കുറ്റത്തിന് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും പരീക്ഷകൾ തോറ്റിട്ടും വിചാരിച്ച ജോലി കിട്ടാഞ്ഞിരുന്നിട്ടും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടായത്. അവിടെയാണ് ചീത്തറിഞ്ഞതിന്റെ പേരിൽ തൂങ്ങണത്, കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യണത്, വിഷം കഴിക്കണത്. ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, ഒറ്റ പരിഹാരം. യത്ലു അലൈഹിം ആയാതി, അള്ളാന്റെ ദീന് ശരിക്ക് കേൾപ്പിക്കുക. വയുസക്കീഹിം, ആ ദീനനുസരിച്ച് മനസ്സിൽ മാറ്റമുണ്ടാക്കുക. ഇതാണ് പരിഹാരം. വെക്കേഷൻ അതിനുള്ള സമയമാണ്. മഹലിൽ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് നടക്കും. എടവണ്ണ മഹലിന്റെ പുറത്തുള്ള ഒരാൾക്കും വേണ്ടി നടത്തുന്നതല്ല, എന്റെ കുട്ടിയാക്കും നിങ്ങളെ കുട്ടിയാക്കും വേണ്ടി നടത്തുന്നതാണ്. അവനവന് സമയമുണ്ടാക്കി അവനാന്റെ മക്കളും അവനാനും പങ്കെടുക്കുക. വേറെ ആരും വിളിക്കൂല. എന്റെ കുട്ടി നന്നാകണമെന്ന് വേറൊരാൾക്കും ഒരു വാശിയില്ല, ഒരിഷ്ടം ഉണ്ടാകണമെന്നില്ല. ഞാനാ തീരുമാനിക്കണ്ടേ. കട്ടെടുക്കാത്തൊരു മകൻ ഉണ്ടാകണം, കയ്യാമം വെക്കാത്തൊരു മകൻ ഉണ്ടാകണം, ബാപ്പാനിമ്മാനി ചതിച്ചു പോകാത്തൊരു മകളായി മാറണം, ഹറാമായ സമ്പത്തുനിന്ന് മാറിക്കണ കുട്ടിയാകണം. മരിച്ചതിനു ശേഷവും എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യുന്ന മക്കളായി മാറണം. എവിടെ വെച്ചെങ്കിലും മരിച്ചു വീണാൽ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മയ്യത്ത് സ്കരിക്കാൻ കഴിയുന്ന കുട്ടികളായിട്ട് അവർ മാറണം. അതിന് അവിടെ ഹൃദയത്തിൽ ദുനിയാവിന്റെ സന്തോഷങ്ങൾ കൊടുക്കുന്നതിന്റെ കൂടെ ആഖിറത്തിന്റെ ദീനീ ബോധം അവർക്ക് കൊടുക്കണം. അതാണ് പരിഹാരം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ബഅല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയസംബന്ധിയായിട്ട് പറയാൻ. ഒന്ന്, വളരെ സന്തോഷമുള്ള രംഗം പറയാം. ഒരു ചെറുപ്പക്കാരനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മൗലവി, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് +1 +2 ഒക്കെ പഠിക്കാൻ വേണ്ടി നേരെ ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് അന്ന് പഠിക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞയച്ച് പോയത്. അങ്ങനെ വാട്സപ്പോ ഫോൺ അധികം ഉപയോഗിക്കാത്ത ആ സമയത്താണ് ഞാൻ പോണത്. അന്നത്തെ കാലത്താണ്. വാപ്പ മാസത്തിലൊരിക്കൽ കാർഡിൽ കത്തെഴുതും. ആ കത്തിൽ വാപ്പ എഴുതാനുണ്ടായിരുന്നത്, മോനെ ബാംഗ്ലൂർ പഠിക്കുകയാണ്, ബാപ്പി ഇമ്മയൊന്നും അവിടെ അല്ല, ആരും കാണാനുമില്ല. മനുഷ്യ സ്വാഭാവികമായും കുട്ടി എന്നുള്ള നിലക്കും ചെറിയ പോരായ്മകളൊക്കെ പറ്റിയേക്കാം, സാരല്ല. പക്ഷെ മോനെ 5 വക്ത് നിസ്കാരം എന്റെ കുട്ടി ഒഴിവാക്കരുത്. വാപ്പ എഴുതും. ചെറിയ കാർഡാണ്, ഞാനത് വായിക്കും. പിറ്റത്തെ മാസം വാപ്പ എഴുതും വീണ്ടും, മോനെ 5 വക്ത് നിസ്കാരം ഒഴിവാക്കിയാൽ പിന്നെ വാപ്പാനും ഇമ്മാനും കാണാൻ വേണ്ടി വരണ്ട. ഈ 5 വക്ത് നിസ്കാരത്തിൽ സുബഹിയും പെടും കേട്ടോ മോനെ. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയാം? മൗലവി, ഞാൻ +1 +2 പ്രായമാണ്, ഒരു മനുഷ്യല്ല, ഞാൻ ഒറ്റക്കാണ് അവിടെ. ചിലപ്പോ ശക്തമായ തണുപ്പുണ്ടാവും. ആ തണുപ്പത്ത് ഞാൻ വുളൂ ചെയ്തിട്ട് ശരീരം വറക്കും. എനിക്ക് തയമ്മും ചെയ്താൽ മതി എന്നൊന്നും അന്ന് അറിയില്ല. പക്ഷെ ഞാൻ
വുളു എടുത്താണ്ട് കമ്പിളി കൊണ്ട് ശരീരം ഇങ്ങനെ മൂടിയിട്ട് ഞാൻ സുബൈസ്കരിക്കും. ഞാൻ ഉറപ്പിച്ച് പറയാം മൗലവി, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചതല്ലേ അന്ന്, എന്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിച്ചതാണ്. ഞങ്ങളെല്ലാരും ഗ്രൗണ്ടിൽ അന്ന് കളിക്കും. മഗ്‌രിബിന്റെ സമയത്ത് എല്ലാരും കളിക്കുമ്പോൾ ഞാൻ തോർത്തുമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും, സൈഡിൽ വിരിച്ചിട്ട് ഞാൻ ഒറ്റക്ക് നിസ്കരിക്കും. ചെക്കന്മാര് കളിയാക്കും, ഞാൻ സാരല്ലാന്ന് വെക്കും. മൗലവി, ഞാൻ ഉറപ്പിച്ചു പറയാൻ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചതല്ലെന്ന്, എന്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിച്ചതാ. കാരണം എന്റെ വാപ്പ മാസത്തിൽ ഒരിക്കൽ എഴുതുന്ന കത്തില് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഇന്ന സാധനം കൊണ്ടുവരണം നിന്നോട് എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. എന്റെ വാപ്പിയമ്മയും മോനെ നിസ്കാരം ഒഴിവാക്കരുത്, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം, കുട്ടിക്ക് വേണ്ടി വാപ്പിയമ്മ എന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കലുണ്ട്. അദ്ദേഹം പറയണം, മോലെ എനിക്കിപ്പോ 43 വയസ്സായി, ഞാൻ ഗൾഫിൽ ജോലി ചെയ്യാണ്, ഞാൻ തിരക്കിട്ട് ഒരു നിസ്കാരം കഴിഞ്ഞ് ചിലപ്പോ പെട്ടെന്ന് തിരക്കിട്ട് പോവുകയാണെങ്കിലും ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് റബ്ബി ഗഫർലി വലി വാലിദൈ, പടച്ചോനെ എനിക്കും എന്റെ വാപ്പാക്കും ഉമ്മാക്കും പുറത്തരണമേ എന്ന് പറയാതെ ഞാൻ എഴുന്നേറ്റ് പോകൂല. ആ ഒരൊറ്റ കുട്ടി മതി ആ വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാൻ ഇൻഷാ അല്ലാഹ്. ആ ഒരൊറ്റ കുട്ടി മതി. പറയാം, ഞാൻ എന്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും രണ്ടാമതേ മോലി പ്രാർത്ഥിക്കുള്ളൂ, ആദ്യം ഞാൻ എന്റെ വാപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കും. ആ ബാപ്പിമ്മയും അന്നത്തെ കാലത്ത് അങ്ങനെ എഴുതിയ കത്തുമെന്നാണ് ഞാൻ ഈ ഖുതുബക്കും ക്ലാസ്സിനൊക്കെ വരാൻ തുടങ്ങി. ഇന്ന് അൽഹംദുലില്ലാഹ് ഞാൻ എന്റെ കുടുംബത്തെ അങ്ങനെയാ നോക്കണത്. ഞാൻ ഇവിടെ ഇരിക്കണ ഓരോ രക്ഷിതാക്കളെ നാട്ടുകാർ നമ്മോട് പറയും, എടാ എന്റെ കുട്ടി എന്റെ മോരൊക്കെ ആരോഗ്യം വേണ്ടേ, എന്റെ മോരൊക്കെ വെളുപ്പ് വേണ്ടേ, എന്റെ മോര് ഇതൊക്കെ സുഖങ്ങളെ നമുക്ക് ഓലൊന്നും പറയാതെ അറിയണ കാര്യമാണ്. പക്ഷെ നമ്മൾക്കിടെ മനസ്സിൽ ഉണ്ടാണ്ട ഒരു കാര്യം എന്താ അറിയോ, ഞാൻ വെള്ളിയാഴ്ച ജുമാക്ക് ആ പള്ളിക്കൊക്കെ വരുന്നു, മൗലവി ഖുതുബക്ക് കയറുമ്പോഴേക്കും ഞാൻ വരുന്നു, ഞാൻ മരിച്ചുപോയാലും എന്റെ മക്കൾ ഇതേപോലെ ഉണ്ടാണ്. ഉമ്മാരെ നിങ്ങളെ മനസ്സിലുണ്ടാണ്ടത്, നിങ്ങൾ പള്ളിയായിട്ട് ബന്ധമുണ്ടല്ലോ, അതേപോലെ എന്റെ പെൺകുട്ടിയാൾക്ക് ഉണ്ടാണം. ഇതാഗ്രഹിക്കുമ്പോഴാണ് ദീനിയായൊരു മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാകേണ്ടി, നമ്മൾ അധ്വാനിക്കേണ്ടി. അല്ല എങ്കിൽ ഒരൊറ്റ അവസ്ഥ കൂടി പറയാം, നിരാശപ്പെടുത്താനല്ല കേട്ടോ, പക്ഷെ ഇത് നമ്മളെപ്പറ്റി ആലോചിപ്പിക്കണം. അറബി അധ്യാപകൻ, 2 ഭാര്യമാരാണ്, 2 ഭാര്യമാരിലും 6 കുട്ടികൾ. ബാപ്പ മരിച്ചു. അറബി അധ്യാപകനായ 2 ഭാര്യമാരുടെ ഭർത്താവായ 2 ഭാര്യമാരിലും മക്കൾ 6 മക്കൾ ടോട്ടലുള്ള ഒരു അധ്യാപകൻ മരിച്ചു. ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. ഒറ്റ കുട്ടി മാമുക്കല്ല, 6 ആൺകുട്ടികളാണ്, ഒറ്റ കുട്ടി മാമുക്കല്ല, അറബി മാഷെ. എന്തേ കാരണം അറിയോ, നാട്ടിലത്തെ എല്ലാവർക്കും ഉപദേശിച്ച് അതിന് മദ്യം പറയാൻ പോയി, ഇവിടെ ലഹരിന്റെ മുന്നിൽ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പോയി. നാട്ടിലത്തെ എല്ലാ സംഭവത്തിനുണ്ടേനി. ഞാൻ മരിച്ച എന്റെ കുട്ടിയാൾക്ക് ഇന്റെ മുന്നിൽ വന്നിട്ട് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പഠിപ്പിക്കാതെ ഈ ദുനിയാവൊന്നും മരിച്ചുപോയി. സോളെ, ഞാൻ മനസ്സിൽ നിന്ന് ചോദിക്കാൻ, നമ്മുടെ പള്ളിക്കാട്ട് കിടക്കണ ഓരോ വാപ്പാര്, 2 വാപ്പാരുണ്ടെന്ന്. ഒന്നാരറിയോ, മക്കൾ ഈ ദുനിയാവ് നീ പള്ളിക്കൽ പങ്കെടുത്ത നമ്മുടെ വാപ്പാര് മരിച്ചു പോയിക്കണമെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്നതിൽ നമ്മളെ മാതാപിതാക്കളാണ് നമ്മൾ ഇങ്ങനെ ആക്കിയതെങ്കിൽ അവർക്ക് അതിന്റെ കൂലുണ്ടാവും. അള്ളാഹു നൽകുമാറാകട്ടെ. ആ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷം ഉണ്ടാവും. എന്തേ കാരണം അറിയോ, നമ്മളൊന്ന് സൂറത്ത് കഹ്ഫ് ഓതിക്കണമെങ്കിൽ അത് നമ്മളെ പഠിപ്പിച്ച വാപ്പിമ്മയാണെങ്കിൽ അവർക്ക് അതിന്റെ പങ്ക് കിട്ടും. നമ്മൾ ജുമാക്ക് വന്നതിന് നമ്മളെ വാപ്പിമ്മയാണ് പഠിപ്പിച്ചതെങ്കിൽ അതിന്റെ ഒരു പങ്ക് അവർക്ക് കബർന്ന് കിട്ടും. നമ്മൾ ദീനിയായി ജീവിക്കണ ഓരോന്നിന്റെ പങ്കും അവർക്ക് കിട്ടും. എന്നാൽ ചില വാപ്പാര് ഉണ്ടാവൂലേ, പടച്ചോനെ ഞാൻ ഓലെ പഠിപ്പിച്ച് വലുതാക്കി, എന്റെ ഗൾഫിന്റെ സമ്പാദ്യം ഒക്കെ ഞാൻ അവർക്ക് കൊടുത്തു, ഒന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാന്ന് തേടാനോ ഞാൻ പഠിപ്പിച്ചൊരു ദീനിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതന്നെയായിക്കാരം നമ്മളെ അവസ്ഥയും. നമ്മുടെ മക്കൾ ദീനിയാകട്ടെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദീനിയായ മുഴുവൻ പ്രോഗ്രാമുകളിലും നമ്മൾ ഉണ്ടാകട്ടെ, നമ്മൾ പങ്കെടുക്കുന്ന പോലെ നമ്മുടെ മക്കളെയും ഉൾപ്പെടട്ടെ. എങ്കിൽ അവിടെ ഹൃദയത്തിൽ അള്ളാഹു മാറ്റുണ്ടാക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിലൂടെ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ദീനിനോട് ഇഷ്ടമുള്ള, ദീനിയായി ജീവിക്കാൻ പറ്റുന്ന തഖ്വയുള്ള
നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് നാടുകളിലും വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വിശ്വാസിയായി ജീവിച്ച് അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار.